തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. നീ മിണ്ടരുത് പാർവതി. എന്താ സർ? ഡോക്ടറിനോട് എല്ലാം പറഞ്ഞു. നീ എന്താ ചെയ്തെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? സർ, ദയവ് ചെയ്ത് നിനക്കൊന്നും അറിയില്ലെന്ന് മാത്രം പറയരുത്. അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. നീ എന്തുകൊണ്ടാ പാർവതി ഇത്രയും കെയർലെസ് ആയത്? പാർവതിക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടെന്നാ ഞാൻ കരുതിയത്. സ്വന്തം കാര്യത്തെക്കുറിച്ച് പാർവതിക്ക് ചിന്തയില്ലായിരിക്കും. പക്ഷേ പാർവതിയുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചോ? ലക്ഷ്മിയുടെ കല്യാണം അടുക്കുകയല്ലേ? ഈ സമയത്ത് പാർവതി കുറച്ചുകൂടി സൂക്ഷിക്കല്ലേ വേണ്ടത്? ഇതുകൊണ്ട് എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പാർവതിക്ക് അറിയില്ലേ? ഡോക്ടർ ഇക്കാര്യം പറഞ്ഞത് എനിക്ക് തല ചുറ്റാൻ തുടങ്ങി. ഡോക്ടർ, കൈലാഷ് സാറിനോട് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ശരി, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷമെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ സാറിനോട് ഇങ്ങനെ പറയും. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് അറിയില്ലെന്നാണോ നീ കരുതിയത്? നിനക്കിനി അധികകാലം ഒന്നും മറയ്ക്കാൻ പറ്റില്ല. ഡോക്ടറിനോട് എല്ലാം പറഞ്ഞു. അവര് പറയുന്നതൊന്നും കേൾക്കാതെ അവരെ ചീത്ത വിളിച്ചിട്ട് നീ ഇറങ്ങിപ്പോയില്ലേ? ആ അവസ്ഥയില് ഞാൻ അറിയാതെ പ്രതികരിച്ചു പോയി. എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് ഡോക്ടർ പറഞ്ഞ ഞാൻ വിശ്വസിക്കാത്തത്. അപ്പോ ഡോക്ടർ നടത്തിയ ടെസ്റ്റുകളും അവരുടെ കയ്യിലെ റിപ്പോർട്ടുകളെല്ലാം റോങ് ആണെന്നാണ് പാർവതി വിശ്വസിച്ചത്. ഇത്രയൊക്കെ നടന്നിട്ടും എന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കാൻ പോലും പാർവതിക്ക് തോന്നിയില്ല. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ പാർവതിയോട് ചെയ്തത്? സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാനാ. ചുറ്റും നടക്കുന്ന എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരോട് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും പാർവതി ചെയ്ത തെറ്റ് തന്നെയാണ് പാർവതി. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പാർവതി സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് കരുതി പാർവതിയിൽ നിന്നും ഞാൻ ഒരുപാട് അകന്നു നിന്നു. അത് തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആ പ്രിയനാ. അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അയ്യോ സർ, പ്രിയൻചേട്ടന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. പ്രിയൻചേട്ടൻ പാവമാണ് സർ. അവനാണോ പാവം?